രണ്ടാം നിയമസഭ മുതൽ തന്നെ തുടങ്ങുന്നതാണ് കേരളത്തിലെ BJP കോൺഗ്രസ് ബാന്ധവം. അന്ന് RSSന്റെ ജനസംഘിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന P. മാധവമേനോനെ പിൻവലിപ്പിച്ചിട്ടാണ് രാഘവൻ നായരെ അവന്ന് മത്സരിപ്പിക്കുന്നത്. 1960 പട്ടാമ്പിയിൽ ആ മത്സരത്തിൽ EMS നമ്പൂതിരിപ്പാട് വിജയിച്ചു വരുന്നുണ്ട് 7000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. 1971 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ AKG നേരിടാൻ വരുന്നത് TC ഗോവിന്ദനും M. രാജഗോപാലുമാണ്. UDFിന്റെ സ്ഥാനാർത്ഥി M. രാജഗോപാൽ പിന്മാറുന്നു. TC ഗോവിന്ദൻ ജനസംഘിന്റെ നേതാവ് അവിടെ AKGയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നു. പിന്നൊരു വലിയ കള്ളം പടച്ചുവിട്ടിട്ടുണ്ട്. എന്താണ്? 1977 RSSന്റെ വോട്ട് വാങ്ങിയല്ലേ വിജയിച്ചെന്നുള്ളത്. പച്ച കള്ളമല്ലേ യഥാർത്ഥത്തിൽ. 1977 അടിയന്തരാവസ്ഥ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചിരുന്നു. 2 വർഷത്തിനു ശേഷം RSSന്റെ ബാൻ ലിഫ്റ്റ് ചെയ്യുന്നത് 1977 മാർച്ച് മാസത്തിലാണെന്നാണ് എൻ്റെ ധാരണ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജനസംഘം ജനതാ പാർട്ടിയിലേക്ക് ലയിക്കുമ്പോൾ, അന്ന് ജനതാ പാർട്ടി 1977 ജനുവരി മാസം രൂപീകരിക്കുമ്പോൾ RSSന് ബാനാണ് നിലവിൽ. അന്ന് RSS പ്രവർത്തിക്കുന്നില്ല. RSSന് പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ് ആ സമയത്താണ് RSSന്റെ ബാൻ ലിഫ്റ്റ് ചെയ്യുന്നത്. അതായത് ജനതാ പാർട്ടി ഉണ്ടാകുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ CPM മാത്രമാണോ സഹകരിച്ചത്? ഇന്നത്തെ സംഘടനാ കോൺഗ്രസിൽ എടക്കാട് നിന്ന് മത്സരിച്ച നേതാവിന്റെ പേരെന്താ? മുൻ KPCC അധ്യക്ഷനായ K. സുധാകരൻ അല്ലേ? അപ്പോൾ K. സുധാകരൻ RSSുമായി സന്ധി ചെയ്തു എന്നാണോ ഈ മാരാറുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ സ്മൃതി? നമ്പർ 1. നമ്പർ 2, ആ സമയത്ത് 1975-നും 77-നും ഇടയിൽ RSS ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ആ കണക്ക് പറയൂല. അന്ന് ജനതാ പാർട്ടിയിലേക്ക് ലയിച്ച പാർട്ടികൾ ഏതൊക്കെയാ? ജനസംഘം മാത്രമാണോ? അന്ന് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ക്രാന്തിദൾ, ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ഇങ്ങനെ നിരവധി പാർട്ടികളുടെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു.